ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മാങ്ങക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ കുറച്ച് സ്പൈസി കറി ഇഷ്ടപ്പെടുന്നവർ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് അച്ചാറിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് പിക്കിളൊന്നും കയ്യിലില്ലെങ്കിൽ ഇത് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മാങ്ങ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണില്ല, വലിയ പീസാക്കിയിട്ട് തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു പീസ് നമ്മളിവിടെ നെടുകെ കീറിയിട്ട് ഒരു 2 പീസാക്കണുള്ളൂ. അങ്ങനെ നമ്മളിവിടെ എല്ലാ മാങ്ങയും കൂടിയിട്ട് ഇവിടെ മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 കുടം വെളുത്തുള്ളി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ചതയ്ക്കുന്നൊന്നുമില്ല. അതേപോലെ നമുക്ക് ഇഞ്ചി വേണം. അപ്പോൾ ഇഞ്ചി നമ്മൾ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ തൊലി കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കണം. അതും നമ്മൾ ചതയ്ക്കണ്ട. അപ്പോൾ നമ്മൾ ചതയ്ക്കാതെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം 3-4 പച്ചമുളകാണ്. അത് നമ്മൾ നെടുകെ കീറിയിട്ടിടുക. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പില ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് അതിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് നമ്മൾ പൊട്ടിക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും ഒക്കെ നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് വെളുത്തുള്ളി ഒന്ന് കളർ ചേഞ്ച് വരുന്ന സമയത്ത് മാത്രം നമ്മൾക്ക് ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ വെളുത്തുള്ളിയുടെ ഒരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ പുളിയുടെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ പുളി പിഴിഞ്ഞിട്ടായാലും ഒഴിച്ചെടുക്കുക. അപ്പോൾ പേസ്റ്റ് എടുത്തപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ മാങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേണം നമുക്ക് വേവിക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി നന്നായി ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂടി വെക്കാം. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് വരെ ഇട്ടിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മാങ്ങയുടെ തൊലി കളയാത്തത് കൊണ്ട് അത്രയൊക്കെ ടൈം നമുക്ക് ആവശ്യം വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.